എടാ 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 പിടി 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 നോക്കടാ. നോ മോർ കോംപ്ലിക്കേഷൻ, നോ മോർ എക്സ്പ്ലനേഷൻ. നേരെ സീതയുടെ അടുത്തേക്ക് പോയി സിമ്പിൾ ആയിട്ട് ഐ ലവ് യു, ദാറ്റ്സ് ഇറ്റ്. മതി. എന്തു പറയുന്നു? ഇതല്ലാതെ നീ വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. നീ കാര്യം കൺവേ ചെയ്. പക്ഷേടാ, എന്നാലും നിനക്കറിയാലോ, എന്തോ ഒരു തരം നെർവസ്. എടാ, നീ ഇന്നിത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് പറയാൻ പറ്റില്ല. നിനക്ക് ഇനി ഒരിക്കലും ജീവിതം ഇങ്ങനെ ഒരു അവസരം തരില്ല. നോക്ക്, നീ സീതയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഐ എം 100% ഷുവർ. അതുപോലെ സീതയെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സീതയ്ക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല. സോ യു മേക്ക് ഇറ്റ് ഈസി ഫോർ ഹർ. അത് ശരിയാ. സ്നേഹം അങ്ങനെ ഒരുപാട് കാലം ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. എന്നും വരട്ടെ, ഇനി ഞാൻ എന്തായാലും പറഞ്ഞു. അതാണ് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. സീത ചേച്ചി എത്രയും പെട്ടെന്ന് ഈ വീട്ടിലെ മരുമകളാവട്ടെ. താങ്ക് യു. ചേട്ടന്റെ അനിയത്തിന്റെ ആശീർവാദം എപ്പോഴും ഇതുപോലെ ഉണ്ടാവണം. ഇന്ന് നമ്മുടെ ചെക്കൻ പ്രപ്പോസ് ചെയ്യുമല്ലോ. എക്സൈറ്റ്മെന്റ്. ഇതൊക്കെ കുറച്ച് ഓവറല്ല? അതെ, ഓവർ എക്സൈറ്റ്മെന്റ്. ഹലോ ബോസ്, അങ്ങെങ്ങോട്ടാ? വേറെ എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഓഹോ, ഇത്രയും നേരം എന്തും പറഞ്ഞിട്ടാടാ വന്നത് ഇങ്ങോട്ട്? കയ്യിലുള്ളത് സീതയ്ക്ക് കൊടുക്കാനുള്ള ബൊക്കയാ, വായിൽ ഐ ലവ് യു എന്ന വാക്യവും ഉണ്ട്. നീ ഇതെന്താ ഓഫീസിൽ പോയി എല്ലാവരുടെയും മുന്നേ വെച്ച് ഇത് പറയാൻ വേണ്ടിട്ട് പോവാ? നോക്ക്, സീത വരുന്ന സമയമായി. നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് സീത വന്നതിന് ശേഷം സീതയോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് സീതയുടെ അടുത്തുനിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം അകത്തേക്ക് വന്നാൽ അതിലേക്ക് വരണ്ട. എടാ, അതല്ല ഇവിടെ വെച്ച് പറയാനോ? അയ്യോ രാമ, ഇപ്പൊ അതിനു വേണ്ടി സ്ഥലം ഒരുക്കാനുള്ള പേഷ്യൻസ് എനിക്കുമില്ല നിനക്കുമില്ല. ഇതാണ് സ്ഥലം, ഇവിടെ വെച്ച് പറ. ഓൾ ദി ബെസ്റ്റ്, ശുഭമസ്തു. എടാ സുഖ പോലെ, ഞാൻ പറയട്ടെ. പണ്ടാരക്കാലൻ അവിടുന്ന് പേടിച്ച് മാറിയിട്ടുണ്ടാവോ? സീത എത്തിക്കാണോ? ഇവൻ സംസാരിച്ച് കാണുമോ ഇല്ലയോ? പോയി നോക്കിയാലോ?
ചാന്ദിനി, യെസ് റാം, ഇറ്റ്സ് മീ, യു ചാന്ദ്രി. എന്താ ഇത്? Ram, I'm so happy to see you. I'm so happy. തൊടരുത്. നോ, ഒരു മിനിറ്റ് ചേട്ടാ. തൊടരുതെന്ന് പറഞ്ഞില്ലേ? ഡോണ്ട് ടച്ച് മീ. നോ, പുറത്തു പോ. പുറത്തു പോകാനല്ലേ പറഞ്ഞത്? എന്നെ തൊട്ടുപോരുത്. നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലടാ. ഗെറ്റ് ഔട്ട്, ഔട്ട്, ഗെറ്റ് ഔട്ട്. സർ, നെക്ക് ബാൻഡ് അഴിച്ചില്ലെങ്കിൽ നെക്ക് മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ ചെയ്യാനാണ് സർ? ഇല്ല മാഡം, എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് പേടിയാണ്. സർ, ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനുണ്ട് സർ. ടൈമിംഗ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും സർ. നോ, ഡോക്ടർ അഞ്ജലി ഇവിടെ വരട്ടെ. എന്നെ അവര് ചികിത്സിച്ചാൽ മതി. അത് മതി. അവർ ദേവിയുടെ അമ്പലത്തിലേക്ക് പോയതാണ് സർ. അവർ തിരിച്ചെത്താൻ ലേറ്റ് ആവും, അതുകൊണ്ടാണ്. അപ്പോ ദേവിയെ പോയൊന്ന് ദർശിക്കണമല്ലോ. എന്താണ് രാം സാറേ, മസാജൊക്കെ എന്തായാലും ചെയ്യേണ്ടതല്ലേ? ഞാനല്ലേ അത് എഴുതി തന്നത്. അത് പിന്നെ മാഡം, എനിക്ക് ഒരുപാട് വേദനയാവും. പേടിയായിട്ടാ. തന്നെയല്ല, നിങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അത് എന്റെ ചേട്ടന് ഭേദമായി ഇന്ന് ഓഫീസിലേക്ക് പോവാണ്. അതുകൊണ്ട് ദേവിയുടെ അമ്പലത്തിൽ പോയി അർച്ചന നടത്തിയിട്ട് വരിക. രാമ, നീ വീണ്ടും ഓഫീസിലേക്ക് പോവാൻ തുടങ്ങിയോടാ? കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചാൽ എങ്ങനെയാ? അതെന്താണെന്ന് അറിയില്ല അഞ്ജലി ഡോക്ടർ. നിങ്ങളുണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു ധൈര്യമാ. ഞാനിവിടെ ആദ്യമായി വന്നപ്പോ നിങ്ങൾ മുറിവുകളെ പറ്റിയും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞപ്പോ എനിക്ക് വളരെ റിലീഫ് കിട്ടിയിരുന്നു. ഡോക്ടർ ഇപ്പൊ എത്തിയില്ലേ? ഇനി ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോളാം. നിനക്ക് എന്നോട് ഒരുപാടെന്ന് പറഞ്ഞ ഒരുപാട് ദേഷ്യം ഉണ്ടാവും. ഇപ്പൊ എന്നെ നീ ഒരുപാട് ഹേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെഡ് റോസസ് ഓർമ്മയിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. താങ്ക് യു സോ മച്ച് റാം. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ എന്തുമാത്രം മിസ് ചെയ്തെന്ന്. രാം, നീ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയുണ്ട്. ഒരു മാറ്റവും ഇല്ല നിനക്ക്. ലുക്ക് അറ്റ് മീ നൗ. ഞാനിപ്പോ എങ്ങനെയുണ്ട്? രാം, നോക്ക്, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് സീത. ഗുഡ് മോർണിംഗ് റാം. ഇപ്പോ എങ്ങനെയുണ്ട്? നിങ്ങൾ ഓഫീസിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊരു പെൺകുട്ടിയെ പറ്റി പറയാറില്ലായിരുന്നോ?
ആ കുട്ടി ഇവരാണോ? വാട്ട്? റാം, നീ എന്നെ കുറിച്ച് സീതയോട് സംസാരിച്ചിട്ടുണ്ടോ? യെസ് മാം. ഒരുപാട് കാലമായി എന്റെ കുട്ടിയെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിരുന്നു. എനിക്ക് നിങ്ങൾ ഓൾറെഡി പരിചയം ഉണ്ടായിട്ടും ആ കുട്ടി നിങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാവ്, ഹൗ സ്വീറ്റ് ഓഫ് യു റാം. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് സീത എന്നോട് പറഞ്ഞിരുന്നു. ബട്ട് എന്നെ കുറിച്ച് നീ അവളോട് പറയാനും മാത്രം ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് താങ്ക് യു സോ മച്ച് റാം. റാം, നിന്റെ കുട്ടിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷമുണ്ട്. ഗുഡ് ഡേ മാം. ഗുഡ് ഡേ. ചാന്ദിനി മാർദിക്കാനാ പറഞ്ഞേ. യു ആർ നത്തിങ് ടു മീ. ഡു യു ഗെറ്റ് ഇറ്റ്? നീ എന്റെ ലൈഫിൽ അവസാനിച്ച ഒരു ചാപ്റ്റർ ആണ്. അത് നീയായിട്ട് തന്നെ അവസാനിപ്പിച്ചതാ. പിന്നെന്തിനാ വന്നേ? എങ്ങനെ വന്നോ അതുപോലെ തന്നെ പോയിക്കോ. എനിക്ക് നിന്നെ കാണണ്ട. റാം, ചാന്ദിനി മാം റാമിന്റെ പെണ്ണാണോ? അല്ലായിരുന്നെങ്കിൽ റാം അല്ലെങ്കിൽ ചാന്ദിനി മാം അല്ലെന്ന് പറയുമായിരുന്നു. അപ്പോ ഇത് സത്യമാണോ? ഹായ് സീത. ഹാപ്പി വുമൻസ് ഡേ. ഏ ഹായ്, ഹാപ്പി വുമൻസ് ഡേ. സെയിം ടു യു. താങ്ക് യു. എന്നിട്ട് വുമൻസ് ഡേക്ക് എന്താ സ്പെഷ്യൽ? അയ്യോ, ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാ, നീയും വാ. രാം സാറേ, ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിലാക്സ് ആയിട്ടുണ്ടല്ലോ അല്ലേ? അതെ ഡോക്ടർ, നല്ല മാറ്റമുണ്ട് എനിക്ക്. അവര് പറഞ്ഞ സ്ട്രെച്ചസ് ഒക്കെ തെറ്റാതെ ചെയ്യണം. കൂട്ടത്തില് ഞാൻ കുറച്ച് തൈലങ്ങൾ കൂടി എഴുതി തരാം. ഡെയിലി 2 times അതൊക്കെ അപ്ലൈ ചെയ്യണം. ഞാൻ ചെയ്തോളാം ഡോക്ടർ. ഡോക്ടർ, ഏത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണോ എന്തോ നിങ്ങളെപ്പോലെ നല്ലൊരു ഡോക്ടറിന്റെ അടുത്ത് ഞാൻ എത്തി. ഡോക്ടർ, എനിക്ക് ഈ വേദന മുഴുവൻ പെർമനന്റ് ആയിട്ട് മാറിയ നിങ്ങളുടെ പേരിലെ ദിവസം ദേവിയുടെ മുമ്പിൽ കാണിക്ക സമർപ്പിച്ചോളാം ഞാൻ. അയ്യോ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു മാത്രം. നിങ്ങൾക്ക് ഭേദമായ മതി. ഡ്യൂട്ടി എല്ലാവരും ചെയ്യുന്നതല്ലേ ഡോക്ടർ? പക്ഷെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ക്ഷമയോടെ ശ്രദ്ധയോടെ പേഷ്യന്റിനെ നോക്കുന്നവര് വളരെ അപൂർവമാണ് ഡോക്ടർ. എനിക്ക് പരിപൂർണമായും ഭേദമാവുന്ന വിശ്വാസം എനിക്കിപ്പോ ഉണ്ട്.
എനിക്ക് ഇത്രയൊക്കെ വേദന തന്നില്ലേ, അവനെ മാത്രം ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എന്നെ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ട് അവൻ മാത്രം സമാധാനമായിട്ടിരിക്കുന്നത് അത് ശരിയല്ലല്ലോ ഡോക്ടർ. അന്ന് നിങ്ങള് ഇങ്ങനൊരു കാരണം അല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോ ആരും ഇങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നു എനിക്ക്. ഓ അതോ, അതൊന്നുമില്ല ഡോക്ടർ, വിട്ടേക്ക്. അത് ഞാൻ പിന്നീട് പറയാം. ഒരു കാര്യം പറയട്ടെ രാം സാറേ, മനസ്സിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ മനസ്സിന്റെ ആരോഗ്യം പെട്ടെന്ന് നശിക്കും. മനസ്സ് ശരിയല്ലാന്നുണ്ടെങ്കിൽ ദേഹത്തുള്ള ഒരു മുറിവും വേദനയും ഹീൽ ചെയ്യാൻ കഴിയില്ല. അന്യായം ചെയ്തവരെ നോക്കാൻ ആ ദൈവം ഉണ്ടല്ലോ, ആ ഭാരം നമ്മൾ ഏൽക്കുന്ന എന്തിനാ? നീ ഡോക്ടർ അല്ല മോളെ, ലെക്ചറർ ആകണമായിരുന്നു. എപ്പോഴും ക്ലാസ് എടുത്തോണ്ട്. ആഹാ, എത്ര നല്ല വാക്കുകളാണ് ഡോക്ടർ. ഈ വാക്കുകൾ കേട്ടിട്ട് എന്റെ മനസ്സിലുള്ള വേദനയെല്ലാം മാഞ്ഞു പോയ പോലെ. ഡോക്ടർ, ഉറപ്പായിട്ടും ആ ദൈവമില്ലേ, അവൻ നോക്കിക്കോളും. ഞാനേ ഇന്ന് തന്നെ ദേവിയുടെ അമ്പലത്തിലേക്ക് പോയിക്കോളാം. ഞാൻ എന്തായാലും എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നതാ. ഇന്ന് തെറാപ്പി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഇത് തീർത്തിട്ട് ദേവിയുടെ അമ്പലത്തിലേക്ക് പോയി കാണിക്ക സമർപ്പിച്ചിട്ട് വരാം. ഓ, എല്ലാ വെള്ളിയാഴ്ചയും ദേവിയുടെ അമ്പലത്തിലേക്ക് നിങ്ങളും പോവാറുണ്ടോ? ഞാനും പോവാറുണ്ട്. ഇതാ അവിടുത്തെ പ്രസാദം. ഞാൻ എന്റെ ഏട്ടന്റെ പേരിൽ അർച്ചന നടത്തിയിട്ട് വന്നതാ. ഡോക്ടറുടെ ഏട്ടൻ ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത് കൊണ്ട് അർച്ചന നടത്തിയതാണോ, അതോ കല്യാണം വല്ലതും ഫിക്സ് ചെയ്തോ? ഇതുവരെ ഇല്ല, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ രാമന് സീതയെ കിട്ടും. നിങ്ങൾ പറഞ്ഞതുപോലെ അത് വേഗം തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു ഡോക്ടർ. ആ രാമൻ സീതയെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിന് ഒരു അറുതി വരുത്താൻ പറ്റിയില്ലെങ്കിൽ എന്റെ പേര് പിന്നെ രുദ്രപ്രതാപം എന്നല്ല. ഓഫീസ് അവേഴ്സിൽ എന്നെ ഫോൺ ചെയ്യുന്നത് എന്തിനാ? മേമ അന്ന് എന്നോട് റാം ഇപ്പോഴും എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞേ. ഞാൻ അതും വിശ്വസിച്ച ഇവിടെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്ത്. ഇവിടെ വന്നപ്പോ റാമൻ എന്റെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമല്ല. അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല മേമ തന്നെ എനിക്ക് എന്തെങ്കിലും വഴി പറഞ്ഞോ? എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നെന്നുള്ളത് നിനക്കറിയില്ലേ? എനിക്കോ? അവന്റെ വെറുപ്പിന്റെ കാരണമാണ് അവന്റെ പ്രണയം. അതിന്റെ കാരണം നീയാ. 3 വർഷം അവനെ വിട്ട് പോയതല്ലേ. അതുകൊണ്ട് അവന്റെ ഈഗോയും ഫ്രസ്ട്രേഷനും എല്ലാം പുറത്തു വരുന്നതാ. എന്റെ മനസ്സ് വിഷമിച്ച പോലെ ഇവളും ഒന്ന് വിഷമിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു കാണും. അതിനേക്കാൾ പ്രധാനമായി ചാന്ദിനി റാമിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് അവന്റെ മനസ്സിൽ നിറച്ചു വെച്ചതല്ലേ. ആരാവോ അങ്ങനെയൊക്കെ പറഞ്ഞത്? റാമന്റെ ഒപ്പം ഹനുമാനായിട്ട് കൂടെയില്ലേ, ദ ഗ്രേറ്റ് അശോകൻ. ഇനിയും എന്താ ഏതാ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഐ തിങ്ക് യു ആർ സ്മാർട്ട് ഇനഫ്. അപ്പുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടിരുന്നത് നീയാണ്. നീ കഴിഞ്ഞ പിന്നെ അശോക്. നീ തിരിച്ചു വരില്ലെന്നറിയായിരുന്നു, പക്ഷേ നീ തിരിച്ചു വന്നല്ലോ. അതവന് ചിലപ്പോട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ അശോക് വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനും എന്റെ റാമോ ആദ്യം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ജീവിക്കും. അതേ ഓഫീസിലൂടെ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് നടക്കും. അവന്റെ ചങ്കിലെത്തി അണയാതെ കത്തും. നോക്കിക്കോ. ഗുഡ്.
റാമിന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം നീ വേഗം ഉറപ്പിക്കാൻ നോക്ക്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാത്രമല്ല, അവന്റെ ഹൃദയത്തിൽ ആ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി ഒരാൾ റെഡി ആയിട്ടിരിപ്പ. വാട്ട്? റാമിന്റെ ലൈഫിൽ വേറെ ആരാ വന്നത് മേമ? അത് ഇനിയും മനസ്സിലായില്ല? ഐ തോട്ട് യു ആർ സ്മാർട്ട് ചാന്ദിനി. പേരിൽ തന്നെ ഉണ്ടല്ലോ. പേരിൽ എന്താ ഉള്ളേ? രാമനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളത് ആർക്കാ? രാമന്റെ പ്രണയിനി ആരാ? സീത. സീതാരാമ. വാട്ട്? ആ സീതയോ? നീ ഇനിയും സത്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്റെ പ്രണയം അസ്തിത്വമില്ലാത്തതായി മാറും. ദിസ് ഈസ് യുവർ ഫൈനൽ വാർണിംഗ്. നന്നായി ആലോചിക്ക. റാമിന് അവന്റെ മുത്തശ്ശൻ മലേഷ്യയിൽ നിന്നും തിരിച്ചു വിളിച്ചത് തന്നെ അവന്റെ കല്യാണം നടത്താനാ. നിനക്ക് ആ സീതയെ മാറ്റി പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞ നിനക്ക് ദേശായി കുടുംബത്തിലെ മരുമകളാകാം. നന്നായി ആലോചിക്ക. ഹൗ യു വിൽ പ്ലേ യുവർ കാർഡ്. ആ സീതയ്ക്ക് റാമിന് വേണോ? സീത, റാം ഒരിക്കലും നിന്റെ സ്വന്തം ആവില്ല. ബിക്കോസ് ഹീസ് മൈൻഡ്. നോട്ട് ഓൺലി റാം. വൺ ഡേ ദിസ് ദേശായി കമ്പനി വിൽ ബി മൈൻ.